ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാശ്ചാത്യ സംസ്കാരങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച മാതൃഭാഷയേക്കാൾ സംസാരിക്കാൻ ഇഷ്ടം ആംഗലേയ ഭാഷയാണ്. കൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നാണക്കേട് വേറെയൊന്നുമില്ല. അതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഈസിയാക്കാൻ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. മടപ്പള്ളി കോളേജിലെ ഇൻക്ലാബ് പ്രവർത്തകരെ വധിക്കുമെന്ന് SFI ഭീഷണി. കോളേജിൽ മറ്റൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ പാടില്ലെന്ന SFIയുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്ന് ഇൻക്ലാബ് പ്രവർത്തകർ. ഒറ്റക്കെട്ടായി പ്രതികരിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയരുതെന്നും AV ജോർജ്. ഇംഗ്ലീഷ് ഈസിയാക്കാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഈസി ഇംഗ്ലീഷിന് തുടക്കം. മേയർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ മറ്റൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ പാടില്ല എന്ന SFIയുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്ന് പുതിയ വിദ്യാർത്ഥി സംഘടനയായ ഇൻക്ലാബ്. തങ്ങൾക്ക് നേരെ വന്ന വധഭീഷണിയും അക്രമവും അവസാനിപ്പിക്കണമെന്നും ഇൻക്ലാബ് പ്രവർത്തകർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ ഇലക്ഷനിൽ ഒരുപാട് കുട്ടികളെ വോട്ട് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. വെറും 60% കുട്ടികൾ മാത്രമാണ് വോട്ട് ചെയ്തത്. എന്നിട്ടുപോലും ഞങ്ങൾക്ക് നല്ലൊരു വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മക്ക് നമ്മളൊരു പേരൊക്കെ ഇട്ടിരുന്നു, ഇൻക്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലാബിന് നല്ലൊരു വോട്ട് നേടാൻ കഴിഞ്ഞത് കൊണ്ടാവാം ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻക്ലാബ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ വധിച്ചു കളയുന്ന പിന്നെയും ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ അങ്ങോട്ട് പോവാതിരിക്കാനുള്ള സാഹചര്യം അവർ സൃഷ്ടിക്കുകയും ചെയ്യും. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് ബദൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ സമിതി നേതൃത്വത്തിൽ മാവൂർ ജംഗ്ഷനിൽ അവകാശ കൂട്ടായ്മ നടത്തി. സമിതി ജില്ലാ പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് ബദൽ സംവിധാനം ഒരുക്കുക, നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മാവൂർ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ കൂട്ടായ്മയ്ക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിക്കുന്ന അവകാശ കൂട്ടായ്മയിൽ ജില്ലാ ട്രഷറർ K ശശിധരൻ അധ്യക്ഷനായ പരിപാടി കേരള വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് എല്ലാവിധ ആളുകൾക്കും, കയ്യേറി താമസിച്ച ആളുകൾക്ക് പോലും ഒഴിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് മതിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഗവൺമെന്റ് ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കച്ചവടക്കാരെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കൂടി അതിന്റെ കൂടെ ചേർത്തെടുത്ത് കച്ചവടക്കാർ കെട്ടിടമുണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ കച്ചവടക്കാർ സഹകരിക്കാൻ തയ്യാറാണ്. CK വിജയൻ, VK കോയ, A സോമൻ, KM റഫീഖ്, ഇക്ബാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അറിവിന്റെ ലോകത്തിൽ ഐശ്വര്യത്തിന്റെ ദീപങ്ങൾ തെളിയിച്ച് ദേവഗിരി CMA പബ്ലിക് സ്കൂൾ ദീപാവലിയെ വരവേറ്റത് ശ്രദ്ധേയമായി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ദീപങ്ങൾ കയ്യിലേന്തിയാണ് ദീപാവലിയുടെ സന്ദേശത്തെ മഹത്വപൂർണ്ണമാക്കിയത്. പരിപാടിയിൽ ചിത്രകാരൻ പോൾ കല്ലിനോട് മുഖ്യാതിഥിയെ പങ്കെടുത്തു. രാവണനെ വധിച്ചതിനു ശേഷം രാമലക്ഷ്മണന്മാർ സീതയും കൂട്ടി 14 വർഷത്തെ കാനനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവരെ സ്വീകരിച്ചത് ദീപങ്ങളാൽ അലങ്കൃതമായ അയോധ്യയായിരുന്നു. തിന്മയ്ക്കുമേൽ നന്മയുടെ ഈ വിജയത്തെയാണ് ദീപാവലിയായി നാം ആഘോഷിക്കുന്നത്. ഈ സന്ദേശത്തെ ഉൾക്കൊണ്ട് അറിവിന് ഐശ്വര്യത്തിന്റെ ദീപങ്ങൾ തെളിയിച്ച് ദേവഗിരി CMI പബ്ലിക് സ്കൂൾ ദീപാവലിയെ വരവേറ്റത് ശ്രദ്ധേയമായി മാറി.
രാമകഥയെ അടിസ്ഥാനമാക്കി CMI വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ ദീപപ്രഭ ചൊരിഞ്ഞ് അക്ഷരലോകത്തിലെ ഇരുട്ടിനെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്ന കാഴ്ച ദീപാവലി ആഘോഷത്തെ മഹത്വപൂർണ്ണമാക്കുന്നതായിരുന്നു. വിദ്യാലയത്തിലെ ഓഡിറ്റോറിയത്തിലാണ് നൃത്തവും പാട്ടും മധുരവുമായി മാത്രം വരവേറ്റ ദീപാവലിയെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ ചേർന്ന് ദീപങ്ങളാൽ കൈയിലേന്തി വരവേറ്റത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാറത്തറയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ദീപാർച്ചനയോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം. തുടർന്ന് ശിവതാണ്ഡവ നൃത്തത്തോടെ സമാപനം. 5, 6, 7, 8 ക്ലാസുകളിലെ വിദ്യാർത്ഥിനികളായിരുന്നു ശിവതാണ്ഡവ നൃത്തം അവതരിപ്പിച്ചത്. കൂടാതെ വിദ്യാലയത്തിലെ വാല്യൂ എഡ്യൂക്കേഷൻ അധ്യാപികയായ ഫിലിപ്പൈൻസുകാരി മെലനി മാർക്കസിന്റെ നൃത്തവും വേദിയെ മനോഹരമാക്കി. പരിപാടിയിൽ ചിത്രകാരൻ പോൾ കല്ലനോട് മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺ കൊച്ചുതാടത്ത്, അധ്യാപകരായ ഷീല വർഗീസ്, മില്ലി ഡിസൂസ, റീജ, നന്ദകുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒറ്റക്കെട്ടായി പ്രതികരിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് കേരള പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയാതിരിക്കാൻ സംഘടനാ നേതാക്കൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 3.5 പതിറ്റാണ്ട് പിന്നിട്ട കേരള പോലീസ് സംഘടന കഴിഞ്ഞ 3.5 വർഷത്തെ പ്രവർത്തന മികവുകൊണ്ട് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തി സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലും വൻ മുന്നേറ്റം നടത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ പോലീസ് ക്യാന്റീൻ മുതൽ യൂണിഫോം അലവൻസ് 2750 നിന്നും 5000 ആക്കി ഉയർത്തിയതുവരെ 100-ലധികം നേട്ടങ്ങളാണ് സംഘടന നേടിയെടുത്തത്. വരുന്ന 10ാം ശമ്പള കമ്മീഷൻ നടപ്പിലാവുമ്പോൾ പോലീസ് സേനാംഗങ്ങൾക്ക് മതിയായ അംഗീകാരം കിട്ടണമെന്ന മുൻകാഴ്ചയോടെ ചലിക്കുന്ന പോലീസ് സംഘടനയുടെ സാരഥികളായ പ്രസിഡന്റ് PD ഉണ്ണി, വൈസ് പ്രസിഡന്റ് PT ശശിധരൻ, ജനറൽ സെക്രട്ടറി GR അജിത്ത്, ട്രഷറർ KS ചന്ദ്രാനന്ദൻ, ജോയിന്റ് സെക്രട്ടറി MA രഘുനാഥ് എന്നിവർക്കും തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രഥമ യോഗത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും സേനാംഗങ്ങൾക്കായി ഹൌസിംഗ് പ്ലോട്ടുകളും വില്ലകളും നിർമ്മിക്കുന്നതിനും അപേക്ഷകൾ ഓൺലൈൻ മുഖേനയാക്കുന്നതിനുമടക്കം സുപ്രധാന തീരുമാനങ്ങളെടുത്ത പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിലെ കോഴിക്കോട് ജില്ലയുടെ സാന്നിധ്യമായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ T അബ്ദുള്ളക്കോയ്ക്കുമാണ് പോലീസ് ക്ലബിൽ സ്വീകരണം നൽകിയത്. ജില്ലാ പോലീസ് മേധാവി AV ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി പ്രതികരിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയാതിരിക്കാൻ സംഘടനാ നേതാക്കൾ ശ്രമിക്കണമെന്നും കമ്മീഷണർ ആവശ്യപ്പെട്ടു. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മുടെ 4 ചുറ്റുവട്ടം 4 ചുമലുകൾക്കുള്ള നീക്കമാണ്. അത് ഉടനെ വിളിച്ച് വയറസിലൂടെ അല്ലെ പറയാതെ അവരുടെ പത്രക്കാരോട് പറയുക, ചാനലിനോട് പറയുക. ഇപ്പൊ എല്ലാം നമ്മളെ ചാനലിലേക്ക് കൊണ്ട് വിടാൻ പറ്റും. നമ്മുടെ മുഖം കാണാൻ, നമ്മുടെ കാര്യങ്ങൾ പറയാൻ ചാനലിലേക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുക. KPA കോഴിക്കോട് സിറ്റി പ്രസിഡന്റ് C വിനായകൻ അധ്യക്ഷനായിരുന്നു. E ജയരാജൻ, കോഴിക്കോട് സിറ്റി DCP ധീരജ് കുമാർ IPS, അരവിന്ദാക്ഷൻ, P ശശികുമാർ, P ഷാവുൽ ഹമീദ്, KK രതീഷ് എന്നിവർ സംസാരിച്ചു. ചക്രങ്ങളിലൂടെ സ്വപ്നങ്ങളെ കീഴടക്കാനുള്ള പരിശ്രമത്തിലാണ് നിവേദിത എന്ന 5ാം ക്ലാസ്സുകാരി. റോളർ സ്കേറ്റിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കിയ ഈ കൊച്ചുമിടുക്കി ഇന്ന് ചെറുവണ്ണൂരുകാരുടെ അഭിമാന താരമാണ്. റോളർ സ്കേറ്റിംഗ് ജില്ലാതല മത്സരത്തിൽ വിജയിയായ നിവേദിത സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നൈനു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് നിവേദിത, ചെറുവണ്ണൂർ സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഇവൾ ഇന്ന് ചെറുവണ്ണൂരുകാരുടെ അഭിമാന താരമാണ്. കാരണം റോളർ സ്കേറ്റിംഗിൽ 5 സ്വർണ്ണ മെഡലുകളാണ് ഈ കൊച്ചുമിടുക്കി ചെറുവണ്ണൂരുകാർക്ക് സമ്മാനിച്ചത്. കൂടാതെ സംസ്ഥാന തലത്തിൽ റോളർ സ്കേറ്റിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണം വീണ്ടും കഴുത്തിലണിയാനുള്ള തയ്യാറെടുപ്പിലും. കോഴിക്കോട്ടെ NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NB ബാലകൃഷ്ണന്റെയും അധ്യാപിക ജീജ വിക്കിയുടെയും 2ാമത്തെ മകളാണ് നിവേദിത. 2 വർഷമായി നിവേദിത
റോളർ സ്കേറ്റിംഗ് അഭ്യസിക്കുന്നു. അമലാപുരി പള്ളിയിലെ ചാവറ കൾച്ചർ സെന്ററിലാണ് റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്നത്. കോച്ചായ ഈസ്റ്റിത്തിന്റെ ശിക്ഷണത്തിലാണ് റോളർ സ്കേറ്റിംഗ് പഠിക്കുന്നത്. പരിശീലനം തുടങ്ങിയ ആദ്യ പ്രാവശ്യം തന്നെ ജില്ലാ റോളർ സ്കേറ്റിംഗ് മത്സരത്തിൽ 2 സ്വർണ്ണ മെഡലുകളാണ് ഇവർ സ്വന്തമാക്കിയത്. തുടർന്ന് സംസ്ഥാന തലത്തിലേക്കും അർഹത നേടിയിരുന്നെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ നിവേദിതയ്ക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഈ വർഷത്തെ ജില്ലാ മത്സരത്തിൽ റിംഗ് 1, റിംഗ് 2, റിംഗ് 2A വിഭാഗങ്ങളിൽ 3 സ്വർണ്ണ മെഡലുകളും ഒപ്പം സംസ്ഥാന തലത്തിലേക്ക് അർഹതയും നേടി. ഇനി അവിടെയും സ്വർണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചുമിടുക്കി. അതിനായി പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു. കോച്ച് ഈസ്റ്റിത്തിനു പുറമെ കോഴിക്കോട് സരോവരത്ത് കോച്ച് അഭിയുടെ ശിക്ഷണത്തിലും പരിശീലനം നേടുന്നുണ്ട്. ഒരു കായിക ഇനം എന്നതിനു പുറമെ റോളർ സ്കേറ്റിംഗ് അഭ്യസിച്ചാൽ നല്ല ആരോഗ്യം ലഭിക്കുമെന്നാണ് ഈ കൊച്ചുമിടുക്കിയുടെ അഭിപ്രായം. സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നല്ലതാണ് പഠിക്കുന്നത്. ഈ എക്സസൈസ് ആവും, പെട്ടെന്ന് ആരോഗ്യമൊക്കെ ഉണ്ടാവും നല്ലോണം. എനിക്ക് 3 ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. ഡിസ്ട്രിക്ട് ലെവലിന് റിംഗ് 1, റിംഗ് 2, റിംഗ് 2A. റോളർ സ്കേറ്റിംഗിന് പുറമെ കരാട്ടെ, ശാസ്ത്രീയ സംഗീതം എന്നിവയും പഠിക്കുന്നുണ്ട്. കൂടാതെ പഠനത്തിലും ഇവൾ മിടുക്കി തന്നെ. നിവേദിതയുടെ ജ്യേഷ്ഠൻ ഋഷികേശും റോളർ സ്കേറ്റിംഗ് ഇവൾക്കൊപ്പം അഭ്യസിക്കുന്നുണ്ട്. നവംബർ 6 മുതൽ 9 വരെ പത്തനംതിട്ടയിലാണ് റോളർ സ്കേറ്റിംഗ് സംസ്ഥാനതല മത്സരം നടക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്രചോദനമായും പ്രോത്സാഹനമായും മാതാപിതാക്കളും കോച്ചുമാരും സഹപാഠികളും ഇവൾക്കൊപ്പമുണ്ട്. കൂടാതെ പ്രാർത്ഥനയോടെ ചെറുവണ്ണൂരുകാരും. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവർ സ്വന്തമാക്കിയ ഈ നേട്ടങ്ങൾ ഇനി ഭാവിയിൽ ഇന്ത്യയുടേതാകുമെന്ന് ഇവർക്കൊപ്പം നമുക്കും പ്രതീക്ഷിക്കാം. 9 സ്പോർട്സ് ഡെസ്ക്. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കുറ്റിച്ചിറ പ്രദേശത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കുറ്റിച്ചിറ സംരക്ഷണ സമിതി. ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്ക് പ്രവർത്തകർ നിവേദനം നൽകി. അനധികൃത കച്ചവടത്തിന്റെ മറവിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന കുറ്റിച്ചിറ പ്രദേശത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്നതും പ്രദേശവാസികളുടെ സൗരജീവിതം നശിപ്പിക്കുന്ന രീതിയിലും ഏതാനും ചില വ്യക്തികൾ അനധികൃത കച്ചവടത്തിന്റെ മറവിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റും തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് കുറ്റിച്ചിറ സംരക്ഷണ സമിതി ജില്ലാ കളക്ടറോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി കുറ്റിച്ചിറ, ഇടിയങ്ങര, പരപ്പിൽ, തങ്ങൾസ് റോഡ്, മുഗദാർ, കുണ്ടെങ്കിൽ പ്രദേശങ്ങളിലെ മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളുടെയും പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കലക്ടർക്ക് നിവേദനം നൽകി. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കുറ്റിച്ചിറയിൽ റമദാൻ മാസത്തിന്റെ പവിത്രത നശിപ്പിക്കുന്നതും പള്ളികളിൽ മതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതും തടസ്സമാകുന്ന തരത്തിലും പ്രദേശത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും റോഡിലൂടെയുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിധവും പൊതു റോഡിൽ നടത്തുന്ന അനധികൃത കച്ചവടങ്ങളും അതിന്റെ മറവിൽ നടത്തുന്ന മദ്യമയക്കുമരുന്ന് വിപണനവും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്തെ സംഘർഷകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു വരികയാണെന്ന് കുറ്റിച്ചിറ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു.
അനധികൃതമായും അപകടകരമായും ഗ്യാസ്, വൈദ്യുതി ഉപയോഗം, വൃത്തിഹീനമായ രീതിയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കുളത്തിലേക്കും പരിസര പ്രദേശങ്ങളിലെ പള്ളി കോമ്പൗണ്ടുകളിലേക്കും വലിച്ചെറിയുന്നതും പരിസര പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ഇവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ കുറ്റിച്ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. KV ഇമ്പിച്ചിക്കോയ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, PT മുഹമ്മദ് അലി, NP സക്കീർ, PV ഹസൻ കോയ, PP അബൂബക്കർ, PN വലീദ്, മുബാറക് അഹമ്മദ്, VP അബ്ദുറഹ്മാൻ എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറും വാഹനോടമയുമായ മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ച RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബസ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ RTO ഓഫീസ് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാഹന പരിശോധനയുടെ പേരിൽ മലാപ്പറമ്പിൽ വെച്ച് ബസ് ഉടമയെ മർദ്ദിച്ച RTO ഓഫീസിലെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വാഹന പരിശോധന എന്ന പേരിൽ ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് മലാപ്പറമ്പിൽ വെച്ച് പിക്കപ്പ് വാൻ ഡ്രൈവറും ബസ് ഉടമയും സംഘടനയുടെ മെമ്പറുമായ മുഹമ്മദ് ഷാഫിയെ കോഴിക്കോട് RTO ഓഫീസിലെ AMBAമാരായ VS സൂരജും അഖിലേഷ് P-യും ഡ്രൈവറായ ജോഷിയും മർദ്ദിച്ചതായി പരാതിയുള്ളത്. പ്രക്ഷോഭ പരിപാടികളുടെ ആദ്യഘട്ടമെന്ന നിലയിലാണ് കോഴിക്കോട് RTO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. RTO ഓഫീസ് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി സംഘടന മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു സാധാരണ മനുഷ്യനെ നിയമവിരുദ്ധമായി ഒരു നീതീകരണവുമില്ലാതെ മർദ്ദിച്ച അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. ഇവിടെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട്. കലക്ടർ ഇടപെടണം ഈ പ്രശ്നത്തിൽ. സംഘടനാ ജില്ലാ രക്ഷാധികാരി AT അബ്ദുള്ള കോയ അധ്യക്ഷനായിരുന്നു. M ഗോകുൽദാസ്, ജോൺസൺ പടമാക്കൻ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ EC ഇംഗ്ലീഷിന് തുടക്കം. നടക്കാവ് ഗവൺമെന്റ് വനിതാ ITയിൽ മേയർ AK പ്രേമജം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി 2014-15 ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന EC ഇംഗ്ലീഷിന്റെ ഉദ്ഘാടനം നടക്കാവ് വനിതാ ITയിൽ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വിദ്യാഭ്യാസം ലഭിക്കും. നേരെ മറിച്ച് നമ്മുടെ തന്നെ വീടുകളിൽ നിന്നാണ്. അമ്മയും അച്ഛനാണ് നമ്മുടെ വലിയ അധ്യാപകർ. അവരാണ് പറഞ്ഞു തരുന്നത്. കുറെ കാര്യം പറഞ്ഞ ഓരോ വ്യക്തിയാണ്. ആ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവ് കൂടുതൽ വികസിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ നമുക്ക് ഈ വിദ്യാഭ്യാസ പ്രക്രിയ തുടരാൻ സാധിക്കണം. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഉഷാദേവി, കൌൺസിലർമാരായ രേണുകാദേവി, കമല രഘുനാഥ്, ദേവരാജൻ, ഡിസ്ട്രിക്ട് സെന്റർ ഇംഗ്ലീഷ് പ്രധാനാധ്യാപിക ഗിരിജകുമാരി, NK ബാലൻ, ജിയോ ജേസൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള ഫോട്ടോ വീഡിയോ കളർ ലാബ് വർക്കേഴ്സ് ഫെഡറേഷന്റെ മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. ശിക്ഷണ സദനിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി EC സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോട്ടോ വീഡിയോ കളർ ലാബ് വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി EC സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു പുതിയ മേഖല ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള താല്പര്യവുമായി മുന്നോട്ട് വരുമ്പോൾ ഗവൺമെന്റ് കാണിക്കുന്ന വ്യക്തത ഭൂമി എടുത്തു കൊടുക്കുന്നു. സംഘടനാ പ്രസിഡന്റ് PT സുരേഷ് അധ്യക്ഷം വഹിച്ചു. CPI സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം TV ബാലൻ, സംഘടനാ ജില്ലാ സെക്രട്ടറി രാജേഷ് പടനിലം, സുനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമം വെയിൽ മഴ അതാണ് ജീവിതമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് കോട്ടയം തെള്ളകം സ്വദേശി സുനിൽ ഇനസ് ഡേയുടെ ചിത്രങ്ങൾ. കേരള ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലിവിംഗ്സ് റൂം എന്ന പേരിട്ട പ്രദർശനം 28-ന് സമാപിക്കും. കേരളീയ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് കോട്ടയം തെള്ളകം സ്വദേശി സുനിൽ ലിനസ് ഡേയുടെ ചിത്രങ്ങൾ പറയുന്നത്. പ്രകൃതിയുടെ പ്രകാശ വൈവിധ്യങ്ങളെ തെളിയുന്ന ഗ്രാമീണ ജീവിതങ്ങളെയാണ് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ലിവിംഗ് റൂം 4 എന്ന ചിത്രപരമ്പരയിലൂടെ ചിത്രകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്.
വെയിലും മഴയും മഞ്ഞും അതിന്റെ എല്ലാ ഭാവങ്ങളാലും പ്രകൃതിദത്തമായ നിറവൈവിധ്യങ്ങളാലും അനാവരണം ചെയ്യുന്നതിനൊപ്പം പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള പ്രകൃതിയുടെ പ്രകാശ സാധ്യതകളെ ഓരോ ചിത്രങ്ങളിലും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ ചിത്രകാരൻ ഏറെ ശ്രദ്ധിച്ചിരിക്കുന്നു. മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ ആട്ടിൻകൂട്ടവുമായി നടന്നു നീങ്ങുന്ന ആട്ടിടയൻ, ചാറൽ മഴയത്ത് ഹൈറേഞ്ച് റോഡിലൂടെ നടന്നു പോകുന്ന സഞ്ചാരികൾ, പട്ടം പറത്തുന്ന കുട്ടികൾ, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കുട്ടികൾ, പുലർച്ചെ കടന്നുവരുന്ന പാൽക്കാരൻ, മത്സ്യം പിടിക്കാൻ വലയുമായി പുഴയോരത്തേക്ക് പോകുന്നയാൾ, ചക്രം ചവിട്ടി പാടത്തേക്ക് വെള്ളം തേവുന്ന കർഷകൻ, ഗ്രാമചന്തയിലെ വൃദ്ധരുടെ സായാഹ്ന സല്ലാപം, കുടുംബത്തിന്റെ കടൽത്തിരയിലെ കേളികൾ തുടങ്ങി 40 ചിത്രങ്ങളാണ് സുനിൽ ലിനസ്റ്റയുടെ ചിത്രപ്രദർശനത്തിലുള്ളത്. മാവേലിക്കര രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത സുനിൽ കോട്ടയത്ത് ലിനസ്റ്റെ എന്ന പരസ്യ നിർമ്മാണ കമ്പനി നടത്തുകയാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ പച്ചയായ ജീവിത മുഹൂർത്തങ്ങൾ പ്രമേയമാക്കുന്ന ഈ ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ്. 26 വരെ നീളുന്ന പ്രദർശനത്തിൽ കലാസ്വാദകർക്ക് ചിത്രങ്ങൾ വാങ്ങാനുള്ള അവസരവുമുണ്ട്. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ TN സീമ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടോദ്ഘാടനം എളമരം കരീം MLA നിർവഹിച്ചു. ചടങ്ങിൽ കമ്പ്യൂട്ടർ ലാബിന്റെയും സ്കൂൾ വിഭാഗം ബാൻഡ് ട്രൂപ്പിന്റെയും ഉദ്ഘാടനവും നടന്നു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭാ MP TN സീമയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തന സജ്ജമായി. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എളമരം കരീം MLA നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി അനുവദിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കൂടി സഹായത്തോടെ സ്കൂൾ വിഭാഗം രൂപീകരിച്ച ബാൻഡ് ട്രൂപ്പിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. രജനി നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ PJ ലൂസി, കൌൺസിലർ P. ജലജ, കോസ്റ്റ് ഫോർ പ്രൊജക്ട് ഡയറക്ടർ PP. ദേവരാജൻ, ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. രാജീവ്, MPTA പ്രസിഡന്റ് T. പത്മിനി, SMC അംഗം കരുവള്ളി ശശിധരൻ, TK. അബ്ദുൽ ഗഫൂർ, P. ശശികുമാർ, അബ്ബാസ് മാസ്റ്റർ, K. വിശ്വനാഥൻ, PPC നദീർ, ഹുസൈൻ KP, T. ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോയ റോഡിലെ വിദേശ മദ്യഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ആരംഭിച്ച സമരം ശക്തമാകുന്നു. സമരം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികാരികളോ സ്ഥലം MLA പോലും സത്യാഗ്രഹ വേദിയിലേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലെന്ന് കേരള മദ്യനിരോധന സമിതി നേതാവ് OJ ചിന്നമ്മ ടീച്ചർ കുറ്റപ്പെടുത്തി. സത്യാഗ്രഹത്തിന് MSS വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. കോയ റോഡിലെ വിദേശ മദ്യഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സത്യാഗ്രഹികളുടെ സമരം 36 ദിവസം പിന്നിടുമ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു ചലനവും ഉണ്ടായിട്ടില്ലെന്നും സ്ഥലം MLA A. പ്രദീപ് കുമാർ സത്യാഗ്രഹ വേദിയിലേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലെന്നും കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ വിഭാഗം അധ്യക്ഷ OJ ചിന്നമ്മ ടീച്ചർ പറഞ്ഞു. സമരത്തിന്റെ 36ാം ദിവസം MSS വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ പങ്കെടുത്ത സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. സത്യത്തിൽ സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ നാം പാടി പുകഴ്ത്തുന്നു. എന്നാൽ ഇന്ന് ഒരു സാക്ഷര കേരളം രാക്ഷസ കേരളവും കാലുറയ്ക്കാത്ത കേരളവും ബുദ്ധിമാന്യം സംഭവിച്ചവരുടെ കേരളവുമാക്കി മാറ്റി തീർത്തതിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സത്യാഗ്രഹ പന്തലിൽ നിന്ന് അടുത്തുള്ള വിദേശ മദ്യഷാപ്പിൽ മദ്യം വാങ്ങാൻ വരി നിൽക്കുന്നവരെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സമരസമിതി നോട്ടീസുകൾ വിതരണം ചെയ്തു. മദ്യത്തിന്റെ അടിമയാവാതെ വീട്ടിലേക്ക് മടങ്ങൂ, കുടുംബവും കുട്ടികളും വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്നും അതിനാൽ നിങ്ങൾ അവരുടെ പ്രതീക്ഷയാണെന്നും നോട്ടീസിൽ പ്രതിപാദിക്കുന്നുണ്ട്.
കൂടാതെ ചികിത്സയും കൌൺസിലിംഗിനും ആവശ്യമുള്ളവർ ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പറും നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. പൊയിലിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MSS വനിതാ വിംഗ് നേതാവ് PP ഖദീജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. PP ഖദീജ കരീം, PP സിക്കന്ദർ, PM സയ്യിദ്, ശിവദാസൻ ചേളന്നൂർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സെൻട്രൽ റോട്ടറി ക്ലബ്ബും KMCCയും സംയുക്തമായി സ്പോൺസർ ചെയ്ത വാട്ടർ ഡിസ്പെൻസറും വീൽചെയറുകളും കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് കൈമാറി. MLA പ്രദീപ് കുമാർ, ആശുപത്രി സൂപ്രണ്ട് വത്സമ്മ മംഗലശ്ശേരിക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത്. കോഴിക്കോട് സെൻട്രൽ റോട്ടറി ക്ലബിന്റെ ലൈറ്റപ്പ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വാട്ടർ ഡിസ്പെൻസറും വീൽചെയറുകളും വിതരണം ചെയ്തു. KMCCയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രദീപ് കുമാർ MLA ആശുപത്രി സൂപ്രണ്ട് വത്സമ്മ മംഗലശ്ശേരിക്ക് ഉപകരണങ്ങൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വത്സമ്മ മംഗലശ്ശേരിയിൽ HMC അംഗം രൂപേഷ് ലാൽ, ഹനീഫ് ആദം, ആഷിർ അലി, ഇസ്മായിൽ, മജീദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. G. ദേവരാജൻ മാസ്റ്റർ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച K. രാഘവൻ സ്മൃതി മലയാളത്തിന്റെ പ്രിയ സംഗീതകാരനുള്ള ആരാധകരുടെ സംഗീതാർച്ചനയായി. എങ്ങനെ നാം മറക്കും അനുസ്മരണ സമ്മേളനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ജനകീയ സംഗീതം മലയാളിക്ക് പരിചയപ്പെടുത്തിയ കലാകാരനായിരുന്നു K. രാഘവൻ എന്ന് കവി PK ഗോപി പറഞ്ഞു. G. ദേവരാജൻ മാസ്റ്റർ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ K. രാഘവൻ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. G. ദേവരാജൻ മാസ്റ്റർ അനുസ്മരണ സമിതി പ്രസിഡന്റ് TV ബാലൻ അധ്യക്ഷം വഹിച്ചു. ഗാനാലാപന മത്സരവും സംഗീത സമർപ്പണവും നടത്തി. K. രാഘവൻ എൻഡോമെന്റ് വിതരണം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ S. ശാന്തമ്മ നിർവഹിച്ചു. സമ്മാനദാനം P. രാധാകൃഷ്ണൻ നിർവഹിച്ചു. VT മുരളി, K. സലാം, ഫൈസൽ എളേറ്റിൽ, വിനീഷ് വിദ്യാധരൻ, AP കുഞ്ഞാമു, PT സുരേഷ്, വിൽസൺ സാമുവൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് K. ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗാനമേളയും നടത്തി. സംഗീതത്തിലുള്ള ഫുൾ സ്ക്രിപ്റ്റ് സംഗീതം എഴുതി തിട്ടപ്പെടുത്തി. വാർത്തകൾ ചുരുക്കത്തിൽ. നികുതി വെട്ടിച്ച് നിയമവിരുദ്ധമായി മാർബിൾ കൊണ്ടുവരുന്നവരെ തടയാനുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണമെന്ന് മാർബിൾ ഗ്രാനൈറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ. ഇതിന്റെ പേരിൽ നിയമപരമായി കച്ചവടം നടത്തുന്നവരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന VM ഗോപാലന്റെ രണ്ടാം ചരമദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ശിക്ഷക് സദനിലാണ് നടന്നത്. CPI സംസ്ഥാന സമിതി അംഗം TV ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ PP സാമിക്കുട്ടി അധ്യക്ഷം വഹിച്ചു. ചേളന്നൂർ ഗുഡ് ലക്ക് ലൈബ്രറിയുടെ രക്ഷാധികാരി A. വേലായുധൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC നിർവാഹക സമിതി മെമ്പർ VT സുരേന്ദ്രൻ, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് CV അരവിന്ദാക്ഷൻ, MM ശ്രീധരൻ, AM ബാലൻ, K. ഗോവിന്ദൻ, അനുസ്മരണ സമിതി കൺവീനർ CPI പൂനൂർ, ജോയിന്റ് കൺവീനർ നിർമ്മല്ലൂർ ബാലൻ എന്നിവർ സംസാരിച്ചു. 108 ഔഷധങ്ങളുടെ വില നിയന്ത്രണാധികാരം കൈയൊഴിയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളമുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവയ്ക്ക് സമീപം ഒക്ടോബർ 23 മുതൽ 25 വരെ വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഒക്ടോബർ 23 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജ് പരിസരത്ത് നടക്കും. വയലാർ രാമവർമ്മയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ധ്വനി സംഗീതവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാനാലാപനം, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് സ്പോർട്സ് കൌൺസിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായുള്ള സ്വാഗത സംഘയോഗം ശിക്ഷക് സദനിൽ നടന്നു. വയലാർ അനുസ്മരണം, 8 ലക്ഷം ഗാനങ്ങൾ സൂക്ഷിക്കുന്ന കൊടക്കല്ലൂർ ഫിറോസിനെ ആദരിക്കൽ, ഗാനാലാപന മത്സരം, വയലാർ ക്വിസ് എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. സ്വാഗത സംഘയോഗത്തിൽ ചന്ദ്രശേഖരൻ അധ്യക്ഷം വഹിച്ചു. റഷീദ് PC പാലം, PK ദയാനന്ദൻ, ജെയിംസ് SC, അസീസ് പതിമംഗലം, അജിതകുമാരി, രാധാബായ്, CT ശോഭ എന്നിവർ സംസാരിച്ചു. മാത്തോട്ടം ബ്രില്യൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ ജനാബ് മദിനി അധ്യക്ഷം വഹിച്ചു. CDA ചെയർമാൻ NC അബൂബക്കർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. പ്രിൻസിപ്പൽ ഷീജ ആനന്ദ്, മാനേജർ സീരത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അറിയിപ്പുകൾ. വികലാംഗ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വികലാംഗരായ ഉദ്യോഗാർത്ഥികൾക്കായി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും 5ാം തരം മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വികലാംഗർക്കും 25/10/2014 രാവിലെ 9:30 മുതൽ കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ നടത്തുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മടപ്പള്ളി കോളേജിലെ ഇൻക്ലാബ് പ്രവർത്തകരെ വധിക്കുമെന്ന് SFI ഭീഷണി. കോളേജിൽ മറ്റൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ പാടില്ലെന്ന SFIയുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്ന് ഇൻക്ലാബ് പ്രവർത്തകർ. ഒറ്റക്കെട്ടായി പ്രതികരിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയരുതെന്നും AV ജോർജ്. ഇംഗ്ലീഷ് ഈസിയാക്കാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഈസി ഇംഗ്ലീഷിന് തുടക്കം. മേയർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.